ഹായ് എവ്രി വൺ, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് മൈൻ. മൈ നെയിം ഈസ് സെറഫീന. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ 25 to 35, 25 മുതൽ 35 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് യുവതി യുവാക്കൾ, അവർ ഫേസ് ചെയ്യുന്ന അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെ ഫേസ് ചെയ്യാം, എങ്ങനെ ആ ഒരു സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോകാം, അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഏജ് കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഈ ഏജ് കാറ്റഗറിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് അനുഭവിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ അവരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഒട്ടും ലാഗ് എടുപ്പിക്കാതെ തന്നെ ഞാൻ പറയാം എന്താണ് ഫസ്റ്റ് പ്രോബ്ലം. ഞാൻ ഐഡന്റിഫൈ ചെയ്ത അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് മനസ്സിലാക്കിയ ഫസ്റ്റ് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹത്തെ പറ്റിയിട്ടുള്ള, മാരേജിനെ പറ്റിയിട്ടുള്ള ടെൻഷനാണ് പലരിലും. ഭൂരിഭാഗം ഈ ഒരു ഏജ്, എസ്പെഷ്യലി 30 എബോവ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു ലേറ്റ് 20s നിൽക്കുന്നവർക്കുള്ള മെയിൻ പ്രശ്നം. നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ ഒരു കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു ഏർലി ഏജിൽ പെൺകുട്ടികളാണെങ്കിൽ മാരേജ് ചെയ്യണം, ആൺകുട്ടികളാണെങ്കിൽ ഒരു 25 ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേനും മാരേജ് ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇപ്പോഴും സ്റ്റിൽ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് എല്ലാവർക്കും നല്ല പ്രഷർ കാണും, ഒരു പർട്ടിക്കുലർ ഏജ് എത്തുമ്പോഴത്തേക്കിനും പെട്ടെന്ന് മാരേജ് ചെയ്യണമെന്ന്. പക്ഷെ പലരുടെയും പ്രശ്നം, ആ ഒരു ഏജിൽ എത്തുമ്പോൾ മോസ്റ്റ് ഓഫ് പീപ്പിളിനും പലർക്കും ഒരു പ്രണയം അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഉണ്ടാവാം, പക്ഷെ പലർക്കും ആ ഒരു സമയത്ത് പ്രണയമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും. അത് അവരുടെ എഡ്യൂക്കേഷൻ കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ജോബിന്റെ പ്രത്യേകത കൊണ്ട്, അതുപോലെ അവർ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ നേരത്തെ വിവാഹം കഴിച്ച് പോകും. അങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ടും ആ ഒരു സമയം എത്തുമ്പോഴത്തേനും പലരും സിംഗിൾ ആയിട്ട് ജീവിക്കാൻ തുടങ്ങുന്ന ഒരു സമയമായിരിക്കും, എസ്പെഷ്യലി ഈ അടുത്ത സമയത്ത്. അപ്പോൾ അതുകൊണ്ട് പലർക്കും പ്രണയം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത്, ആ ഒരു ഏജിൽ പിന്നീട് അങ്ങോട്ട് കുറേ പേർക്കെങ്കിലും, ഒരു പർട്ടിക്കുലർ ആൾക്കാർ, ഒരു കാറ്റഗറി പെടുന്നവർക്ക്, കാറ്റഗറി അല്ല, ഒരു പർട്ടിക്കുലർ നമ്പറിലുള്ളവർക്ക് പോലും ഇമ്പോസിബിൾ ആയിരിക്കും. അങ്ങനെയുള്ളവരൊക്കെ സിംഗിൾ ആയിട്ടാണ് തുടരുന്നത്. അപ്പോൾ അവർക്ക് പുതിയൊരാളിനെ കണ്ടുപിടിച്ച് പ്രണയിക്കുക എന്ന് പറയുന്നതൊക്കെ ഇനി സമയമില്ല എന്നുള്ളൊരു തോന്നൽ കാണും. കാരണം വീട്ടിൽ നിന്ന് നല്ല പ്രഷർ വരും, പെട്ടെന്ന് കല്യാണം കഴിക്കും, ഇങ്ങനെ ഒരു പ്രശ്നം വരും. ഇപ്പോൾ പെൺകുട്ടികൾക്കാണെങ്കിലും അവർക്ക് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം പെൺകുട്ടികൾ വിവാഹത്തിന് തയ്യാറാവുന്നില്ല. അതിന് പല റീസൺ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഇന്ന് നടക്കുന്ന മറ്റ് പല സംഭവങ്ങളെ കണ്ടിട്ടുള്ള ഒരു പേടി, ഫ്യൂച്ചർ എങ്ങനെയാവും, മാരേജ് ചെയ്യുന്നതിൽ നല്ലത് സിംഗിളായിട്ട് ജീവിക്കുന്നതാണ് എന്നുള്ള ഒരു തോന്നല്. അതൊക്കെ കൊണ്ട് തന്നെ പലരും മാരേജിനോട് ഒരു നോ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ ഈ ഒരു ടെൻഷൻ, മാരേജ്, ആരെ മാരേജ് ചെയ്യും, ഇഷ്ടപ്പെടുന്ന ആളിനെ കല്യാണം കഴിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവർ കാണും. അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും, അതുപോലെ നമ്മളുടെ കോൺസെപ്റ്റ് ഒക്കെ അനുസരിച്ചുള്ള ഒരാളായിരിക്കുമോ, എങ്ങനെയാണ്. അതുപോലെ ചിലവർക്ക് ചില പ്ലാൻസ് ഉണ്ടാവും, പ്ലാൻസ് അല്ല, ചില എന്താ പറയുന്നത്, കോൺസെപ്റ്റ് ഉണ്ടാവും. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് ഇന്നതൊക്കെ ഉണ്ടാവണം, അതുപോലെ പല ഇന്ന കാര്യങ്ങൾ വേണ്ട, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിനനുസരിച്ചുള്ള നമ്മുടെ എല്ലാ എക്സ്പെക്ടേഷൻസും മീറ്റ് ചെയ്യുന്ന ഒരാളെ കാണുന്നില്ല, കണ്ടു കിട്ടുന്നില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പലരിലും ഉണ്ടാവും. സോ ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇങ്ങനെ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക, പാരന്റ്സ് തീരുമാനിക്കും എത്രയും പെട്ടെന്ന് ഇവന്റെ അല്ലെങ്കിൽ ഇവളുടെ വിവാഹം നടത്തണം. അവര് കാണുന്ന മാട്രിമോണി അല്ലെങ്കിൽ നാട്ടിലുള്ള ബ്രോക്കേഴ്സ് അങ്ങനെയുള്ളവർ വഴി മുഖേന ഈ മാരേജിന് ഉള്ള തിരക്കുകൾ തുടങ്ങും. ആൾക്കാരെ കണ്ടുപിടിക്കാൻ, ഇപ്പോൾ കല്യാണ ചെറുക്കനാണേലോ കല്യാണ പെണ്ണിനെ ആണേലോ കണ്ടുപിടിക്കാനുള്ള ഒരുക്കം വീട്ടുകാർ ആരംഭിക്കും. അപ്പൊ ഈ പറയുന്ന പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഈ ആൺകുട്ടിക്ക് ഒരു പ്രഷർ ഉള്ളിലുണ്ടാവും. കാരണം നമ്മളുടെ ആ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ചുള്ള ഒരാളിനെ ആണോ കിട്ടുന്നത് എന്നുള്ള ഒരു ഡൗട്ട് നമുക്കുണ്ടാവും. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവണം നമ്മളുടെ ഫ്യൂച്ചർ എങ്ങനെ ആവണം എന്ന്. അതിനുവേണ്ടി നമ്മൾ മാക്സിമം വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ പാരന്റ്സിന് ഈ ഒരു പ്രഷർ ഉണ്ടാവാൻ കാരണം അവർ ജീവിക്കുന്ന ഈ ഒരു സമൂഹം തന്നെയാണ്. നമ്മുടെ സൊസൈറ്റിയിൽ അവർ പലരോടും മറുപടി പറയണം. മകന്റെ കല്യാണമായില്ലേ, മകളുടെ കല്യാണമായില്ലേ, അവന്റെ കൂടെ പഠിച്ചവരോ അല്ലെങ്കിൽ അവളുടെ കൂടെ പഠിച്ചവരൊക്കെ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് കുറെ വർഷമായി എന്നൊക്കെ പറയുമ്പം ഈ പാരന്റ്സ് ഇങ്ങനെ ഇവരോട് മറുപടി പറഞ്ഞ് മടുക്കും. സോ ആ ഒരു സാഹചര്യം കൊണ്ടിട്ടാണ് ഈ പാരന്റ്സ്
മക്കളെ ഇങ്ങനെ പെട്ടെന്ന് മാരേജ് ചെയ്യുക എന്നുള്ള ഒരു പ്രഷർ കൊണ്ടുവരുന്നത്. മാത്രമല്ല ഈ മക്കൾ ഒരു സ്റ്റേജിലേക്കും എത്തുന്നില്ല എന്നുള്ളൊരു ഇത് കാണുമ്പോഴത്തേക്കിനും പാരന്റ്സിന്റെ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടും, നിങ്ങളിലുള്ള ആ ഒരു വിശ്വാസം ഇല്ലാതാവും. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാരന്റ്സുമായിട്ട് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക എന്നാണ്. അതുപോലെ തന്നെ പാരന്റ്സ് തിരിച്ചും അവരുടെ മക്കളെ നല്ലപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവരോട് തുറന്ന് സംസാരിക്കുക, നമുക്ക് എന്താണ് ആവശ്യം എന്ന് അവരോട് വ്യക്തമായിട്ട് പറയുക. ഇപ്പൊ നമ്മുടെ കോൺസെപ്റ്റ് ഇന്നതൊക്കെയാണ്, പക്ഷെ നിലവിൽ നമുക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ചുള്ള ഒരു പാർട്ട്ണറെ കിട്ടാൻ വഴിയില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഒന്നുകിൽ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി വർക്ക് ചെയ്യുക. പിന്നെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നേക്കുക, പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ഗവൺമെന്റ് ജോലി വേണം, അപ്പോൾ എനിക്ക് ഇപ്പോൾ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ല പ്രൊപ്പോസൽസ് ഒക്കെ കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു 6 months എടുത്ത് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളുടെ 100% കൊടുക്കുക. പോട്ടെ, ഒരു 90 അല്ലെങ്കിൽ ഒരു 85% ഒരു ദിവസം കൊടുക്കുക. നിങ്ങളെ ലൈഫ് ലോങ് അതിനുവേണ്ടി നിൽക്കണ്ട. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പൊസിഷൻ, അതൊരു ഗവൺമെന്റ് ജോബ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ ആവാം. അതിനുവേണ്ടി നിങ്ങൾ തന്നെ മുതൽ മുടക്കി, അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പറ്റിയ ഐഡിയാസും കാര്യങ്ങളും ഇൻവെസ്റ്റ്മെന്റും എല്ലാം കണ്ടുപിടിച്ച് അതിനുവേണ്ടി നിങ്ങൾ 100% ഡെഡിക്കേഷൻ കൊടുത്ത് ആ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലുള്ള ഒരു പാർട്ട്ണറെ നിങ്ങൾക്ക് കിട്ടും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും മാരേജ് ആയില്ല, എനിക്ക് മാത്രം മാരേജ് ആവുന്നില്ല, അങ്ങനെയുള്ള ചിന്തകളൊന്നും നിങ്ങളുടെ മനസ്സിൽ വെക്കാതെ, മാരേജ് എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ ലൈഫിൽ ജസ്റ്റ് ഒരു ദിവസം നടക്കുന്ന ഒരു ഫംഗ്ഷൻ മാത്രമാണ്. മാരേജ് കഴിഞ്ഞ് രക്ഷപ്പെട്ടിട്ടുള്ളവർ ഒരുപാടുണ്ട്, അതുപോലെ മാരേജ് മൂലം കഷ്ടപ്പെടുന്നവർ ഒരുപാടുണ്ട്, മാരേജ് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം മാരേജ് എന്ന് പറയുന്നത് നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യമേ അല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക. പക്ഷെ റിയാലിറ്റിയിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ റോങ് ആയിട്ടുള്ള ഒരാളിനെയാണ് മാരേജ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മളെ ഡിഫൈൻ ചെയ്യും. നമ്മൾ എത്താനിരുന്ന സ്ഥലത്ത് ഒരുപക്ഷെ നമ്മളെ അത് എത്തിക്കത്തില്ല. അതുകൊണ്ട് തന്നെ മാരേജ് എന്ന് പറയുന്നത് അത്ര പ്രയോറിറ്റി കൊടുക്കണ്ട എന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കുക. നിങ്ങളിപ്പോൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങളുടെ ലക്ഷ്യത്തിനാണ്. നിങ്ങളെ അതിൽ നിന്നും ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഫസ്റ്റ് നിങ്ങൾ ഇരുന്ന് ആലോചിച്ച് കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ ഓരോ ദിവസവും മിനിമം ഒരു 2 hours നിങ്ങളുടെ ആ ലക്ഷ്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. അത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഞാൻ ഇന്ന് കറക്റ്റ് 2 മണിക്കൂർ അത് ചെയ്തോ, മാക്സിമം ഒരു 10 മണിക്കൂറെങ്കിലും നിങ്ങൾ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ പഠിക്കാനാണെങ്കിൽ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ ബിസിനസ്സിന് വേണ്ടി എക്സ്പെരിമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ബിസിനസ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുക, അതിനുവേണ്ടി പലരോട് സംസാരിക്കുക, ട്രാവൽ ചെയ്യുക, ഇതൊക്കെ നിങ്ങൾ ചെയ്യുക. ഇതെല്ലാം ചെയ്ത് നിങ്ങൾ ആ ഒരു ലെവലിൽ എത്തി എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുമ്പോൾ നിങ്ങളുടെ പാരന്റ്സിനും നിങ്ങളിലൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു പ്രഷറൊക്കെ കുറയും. അപ്പൊ നിങ്ങൾ പറയുന്ന ആളിനെ അവർ നിങ്ങൾക്ക് മാരേജ് ചെയ്തു തരും. ഇനി അതല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലുള്ള ഒരു പാർട്ട്ണറിനെ നിങ്ങൾക്ക് മാട്രിമോണിയിൽ നിന്നാണെങ്കിലോ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ എവിടെ നിന്നാണെങ്കിലോ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ മാരേജ് ആയില്ല എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ പറയാതെ, അല്ലെങ്കിൽ മനസ്സിൽ പോലും അങ്ങനെ ഒരു പ്രശ്നം വലിയൊരു ഭാരമായിട്ട് കൊണ്ട് നടക്കാതെ നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എനിക്കിപ്പം ഞാൻ ആഗ്രഹിക്കുന്ന ലെവലിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്, എനിക്ക് ഈ ഒരു ജോബിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഓക്കെ ആണ്. അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ടൈമിൽ ആ ഒരു പാർട്ട്ണർ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനു വേണ്ടി കുറച്ചും കൂടിയൊക്കെ ഒരു സമയം, ഇപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് ഞാൻ ഏതൊരു പ്രപ്പോസലുമായിട്ട് ആരെടുത്ത് ചെന്നാലും റിജക്റ്റ് ആവുകയാണ്, അതിൽ നിങ്ങൾ തളരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരാൾ എന്തായാലും നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാമല്ലോ, നിങ്ങൾ ഇത്രയും നാളും ജീവിച്ചു, അപ്പം ഇനിയുള്ള നാളിൽ നിങ്ങൾ റോങ് ആയിട്ടുള്ള ഒരാളിനെ കല്യാണം കഴിച്ച് നിങ്ങളുടെ ലൈഫ് സ്പോയിലാകുന്നതിലും എത്രയോ നല്ലതാണ് നിങ്ങൾ ഇപ്പോൾ പീസ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന ഈ ഓരോ മൊമെന്റ്സും. സോ അതുകൊണ്ട് മാരേജ് എന്ന് പറയുന്നത് അത്ര വലിയൊരു സംഭവമാക്കി കാണാതെ, അത് എൻ്റെ ലൈഫിൽ നടക്കും, അതിനു വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് നടക്കുന്ന സമയത്ത് നടക്കട്ടെ. നമ്മളൊന്നും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇനി അഥവാ നമുക്ക് വർക്ക് ചെയ്യണം, നമുക്ക് അങ്ങനെ ഒരു പാർട്ട്ണറിനെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കീപ് സെർച്ചിങ്, നമുക്ക് സെർച്ച് ചെയ്യാം. മാട്രിമോണിയൽ ആണെങ്കിലോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സെർച്ച് ചെയ്യാം. പക്ഷെ അതിന് നമ്മളുടെ ലൈഫാണ് വിവാഹം എന്നൊരിക്കലും ചിന്തിക്കാതെ നമ്മളുടെ ലക്ഷ്യങ്ങൾ നമ്മൾ കണ്ടെത്തുക. മറ്റുള്ളവർക്ക് ഇല്ലാത്ത എന്തെങ്കിലും ഒരു പ്രത്യേകത എനിക്കുണ്ട് എന്ന് നമുക്ക് തന്നെ അറ്റ്ലീസ്റ്റ് നമ്മളോട് തന്നെ പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുക. ഫോർ എക്സാമ്പിൾ മണി ആണെങ്കിൽ, നിങ്ങൾക്കറിയാം ഇന്നത്തെ കാലത്ത് പല പെൺകുട്ടികളും ഇഷ്ടപ്പെടുന്ന വളരെ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു
ആളിന്റെ കൂടെ ജീവിക്കാനായിരിക്കും, അവർക്കും വളരെ സെറ്റിൽഡ് ആയിട്ട് ജീവിക്കാനായിരിക്കും ഇഷ്ടപ്പെടുന്നത്. സോ അപ്പൊ ഏതൊരു പെൺകുട്ടിയും ഇഷ്ടപ്പെടുന്ന ഒരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളുടെ കൊക്കിൽ ഒതുങ്ങുന്ന ആ ഒരു ലെവല് അത് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോലി, ആ ഒരു പൊസിഷനിലേക്ക്, ഇനി അതിലൊരു ബിസിനസ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതിലേക്കും നിങ്ങൾ നിങ്ങളുടെ 100% ഇൻവെസ്റ്റ് ചെയ്യുക. സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു പാർട്ട്ണർ നിങ്ങളെ തേടി എത്തുന്ന ആ ഒരു സമയം വരെ നിങ്ങൾ വർക്ക് ചെയ്യുക. പാർട്ട്ണറിനെ കണ്ടെത്താനല്ല, നിങ്ങളുടെ ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞു, കല്യാണം എന്ന് പറയുന്നത് എന്തോ മഹാസംഭവമായിട്ട് കാണുന്നവരുണ്ട്. ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ കുറവുണ്ട് എന്ന് മറ്റുള്ളവർ വിചാരിക്കും. അതൊരു കോമൺ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിച്ചിട്ടുള്ളവർക്ക് വിവാഹം കഴിക്കാത്തവരെ കാണുമ്പോഴാണ് അസൂയ വരുന്നത്. അതുപോലെ വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം കഴിച്ചവരെ കാണുമ്പോൾ അസൂയ വരുമ്പോൾ അവർ നേരത്തെ സെറ്റിൽഡ് ആയല്ലോ എന്നൊരു തോന്നൽ വരും. പക്ഷെ ഇതൊക്കെ വെറും മിത്താണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ സ്വപ്നങ്ങള്, നമ്മളുടെ ലക്ഷ്യങ്ങള് അവിടേക്ക് നമ്മൾ എത്തിച്ചേരുക, അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം മാത്രം ഈ പറഞ്ഞ വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കാം. പിന്നീടുള്ളത് പ്രണയമാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു പ്രണയമുണ്ട്, ആ ഒരു പ്രണയത്തിൽ നിങ്ങൾ അകപ്പെട്ടു പോയി, നിങ്ങളൊരു 25, 26 അല്ലെങ്കിൽ ഒരു 30, 35 ആ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രണയം കാരണം നിങ്ങൾക്ക് മനസ്സിൽ സമാധാനം ഇല്ല, സന്തോഷമില്ല, ടെൻഷനാണ്. ഫുൾ ടൈം ആ ഒരു പേഴ്സണോട് സംസാരിക്കേണ്ടി വരുന്ന ഒരു ബാധ്യത പോലെ. അല്ലെങ്കിൽ ആ ഒരു പ്രണയം കാരണം നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എല്ലാം നശിക്കുകയാണ്. നിങ്ങൾക്ക് നിലവിലുണ്ടായിരുന്ന ഒരു നിലാവേല അതെല്ലാം നശിക്കുന്നു. ആ ഒരു പ്രണയം മൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മോശം കാര്യങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നതെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. പലരും അത് കീപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇത്രയും ഏജ് ആയി, അപ്പൊ ഇനിയിപ്പോൾ വേറൊരാളെ പ്രണയിച്ച് കല്യാണം കഴിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്, അല്ലെങ്കിൽ തന്നെ വേറൊരാളെ മാരേജ് ചെയ്യുക, ഒരാളുടെ പാർട്ട്ണറായിട്ട് കിട്ടുക എന്നുള്ളത് ഭയങ്കര റിസ്ക് ആണ്. അതുകൊണ്ട് കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു പ്രണയം സഹിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് ഈ പ്രണയം മൂലം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും? ലൈഫ് ലോങ് ഒരാളെ അഡ്ജസ്റ്റ് ചെയ്താണോ നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. നമ്മളുടെ വാല്യൂസ് കോംപ്രമൈസ് ചെയ്യേണ്ടാത്ത ഒരു സിറ്റുവേഷൻ മാത്രം എപ്പോഴും നമ്മൾ നമ്മുടെ ലൈഫിൽ കീപ്പ് ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുമെങ്കിൽ മാത്രം അത് കൊണ്ടുപോവുക. അല്ലാത്ത പക്ഷം അത് വേണ്ടെന്ന് വെക്കുക. നമ്മളുടെ പീസ് ഓഫ് മൈൻഡിന് എപ്പോഴും നമ്പർ 1 പ്രയോറിറ്റി കൊടുക്കുക. 25 വയസ്സ് 35 വയസ്സ് ആ ഒരു ലെവലിലുള്ള ആളുകൾ, യുവാക്കൾ അനുഭവിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്, നമ്മളുടെ ഏജിലുള്ളവരൊക്കെ രക്ഷപ്പെട്ടു, എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ വിവാഹം കഴിച്ചു, കുട്ടികളായി, അവർക്ക് നല്ല ജോബുണ്ട്, അവർക്ക് UK-ലും US-ലും കാനഡയിലൊക്കെ സെറ്റിൽഡ് ആണ്, ഞാൻ മാത്രം ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ഒന്നും എത്തിയിട്ടില്ല, ചെറിയ ജോലി കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ജോലി ഒന്നും ആയിട്ടില്ല, കല്യാണം ആയിട്ടില്ല, അങ്ങനെയൊക്കെ ഉള്ള തോട്ട്സ് പലരിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ളവരുടെ മെയിൻ പ്രശ്നം എന്താണെന്നറിയോ? അവർ ചെയ്യുന്നതാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. നമ്മളെയും അവരെയും വെച്ച് കമ്പയർ ചെയ്യാണ്. നമ്മളൊരു കാര്യം ഓർക്കണം, ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും യുണീക്കാണ്, എല്ലാവരും ഒരുപോലെ അല്ല. അവർ ജനിച്ച ജീവിത സാഹചര്യമായിരിക്കില്ല നമ്മളുടേത്. ഒരു പക്ഷേ നമ്മളുടെ സെയിം ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ജീവിത സാഹചര്യം ആയിരിക്കാം അവരുടേത്. പക്ഷെ അവരുടെ ലൈഫിലുണ്ടായ സിറ്റുവേഷൻസ്, അവരുടെ ജനറ്റിക്സ്, ഇതെല്ലാം നമ്മളിൽ നിന്നും ഒരുപാട് ഡിഫറെൻ്റ് ആണ്. ഒരു പക്ഷെ നമ്മൾ പഠിച്ച കോഴ്സ് എന്ന് വെച്ചാൽ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്ത് നല്ല റിസൾട്ട് ഒക്കെ കിട്ടുന്ന ഒരു കോഴ്സ് ആയിരിക്കും നമ്മൾ അന്ന് ചൂസ് ചെയ്തത്. അതൊരു പക്ഷെ നമ്മൾ ആ സമയത്ത് മെന്റലി അത്ര വീക്ക് ആയിരുന്ന ഒരു സമയത്തായിരിക്കും നമ്മൾ ആ ഒരു ഡിസിഷൻ എടുത്തത്, അല്ലെങ്കിൽ നമ്മൾ അത്ര മെച്യൂർഡ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങാത്ത ഒരു സമയത്തായിരിക്കും. ഇപ്പൊ പലരും മെന്റലി മെച്യൂർഡ് ആവുന്നത് പല ഏജിലാണ്. ചിലർ വളരെ ഏർലി മെച്യൂർഡ് ആവുന്നവരുണ്ട്. ചിലർ 18 വയസ്സ് കഴിഞ്ഞാലും കുട്ടിത്തമുള്ള സ്വഭാവമുള്ളവരായിരിക്കും. ചിലവർ ഒരു 25 വയസ്സിലും നല്ല മെച്യൂരിറ്റിയോടെ കാര്യങ്ങൾ കാണാനോ ചിന്തിക്കാനോ കഴിവുള്ളവരായിരിക്കില്ല. ചിലർ വളരെ ലേറ്റ് 20s അതൊക്കെ തിരിച്ചറിയുന്നത്. സോ എല്ലാവരും ഡിഫറെന്റ് ആണ്. നമുക്ക് തെറ്റ് പറ്റും, മനുഷ്യരാണ്, തെറ്റ് പറ്റും, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പം അവരൊക്കെ നല്ല സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ലൈഫിൽ ഒരു സമയത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എടുത്ത പല ഡിസിഷന്റെയും ഫലമാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ നമ്മളെടുത്ത പല ഡിസിഷന്റെയും ഫലം കൊണ്ടാണ്. അത് മനസ്സിലാക്കുക. അതൊക്കെ ഓക്കെയാണ്. എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ മിസ്റ്റേക്സ് ഒക്കെ സംഭവിക്കുക. അതൊരു മിസ്റ്റേക്ക് ആയിട്ട് കാണാതെ നമ്മൾ ചെയ്യേണ്ടത് ഇനി അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. നമ്മൾ ഇപ്പം നിൽക്കുന്ന ലെവലിൽ നിന്നും വേറൊരു ലെവലിലേക്ക് ഒരു അപ്ഗ്രേഡേഷൻ നമ്മൾ ചിന്തിക്കുക. അപ്പൊ നമ്മൾ കുറച്ച് സമയം ഇരുന്നിട്ട് ആലോചിക്കുക, എനിക്ക് എന്തൊക്കെ അപ്ഗ്രേഡേഷൻസ് കൊണ്ടുവരാൻ പറ്റും,
എന്തൊക്കെ ചേഞ്ചസ് എൻ്റെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരണം, എങ്ങനെയൊക്കെ എനിക്ക് രക്ഷപ്പെടാം, എനിക്ക് നല്ലൊരു ജോലി കണ്ടുപിടിക്കാം, ഏത് ജോലി എന്ന് കണ്ടുപിടിക്കാം, ആ ജോലി കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടും, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ രക്ഷപ്പെടും, അല്ലെങ്കിൽ ജോലിയോടൊപ്പം ഇന്ന കാര്യങ്ങളും കൂടെ വരുമാനം ഉണ്ടാക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ്, അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും എന്ന് കറക്റ്റായിട്ട് ഇരുന്ന് ആലോചിച്ച് കണ്ടുപിടിക്കുക. ഇനി അതൊക്കെ ചെയ്യാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുക, ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുക. അതുപോലെ ആ ഒരു ജോലിയിൽ എത്താൻ വേണ്ടി കറക്റ്റായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതെല്ലാം നമ്മുടെ പാരൻസിനോട് ഓപ്പൺ ആയിട്ട് പറയുക. അതുപോലെ പാരൻസും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ മക്കൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം കാര്യമുണ്ട്, കഴമ്പുണ്ട് എന്ന് ചിന്തിച്ചിട്ട് അവരോട് നല്ല രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുക. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മളുടെയും കൂടെ ഐഡിയാസ്, നമ്മളുടെയും കൂടെ അനുഭവങ്ങളും കൂടി ഇട്ട് പറഞ്ഞ് അവർക്കൊരു മാർഗനിർദ്ദേശങ്ങൾ, ഒരു നല്ല ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ 25, 35 ആ ഒരു പ്രായം എത്തുമ്പോൾ പലർക്കും ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്, നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ കൂടെ പഠിച്ചവരൊക്കെ വെൽ സെറ്റിൽഡ് ആയി, ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട സ്റ്റോപ്പ് കമ്പയറിങ്. അവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് കമ്പയർ ചെയ്യേണ്ടത് നമ്മളുടെ പാസ്റ്റും നമ്മളുടെ പ്രസന്റും തമ്മിലാണ്. നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്നതിന്റെ റിസൾട്ടാണ്. സോ ഒരു 5 ഇയേഴ്സിന് ശേഷം ഞാൻ എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ ഇപ്പോഴാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യേണ്ടത് ഇപ്പൊ ചെയ്യുക, ഗോൾസ് സെറ്റ് ചെയ്യുക, വീക്ക്ലി ടാർഗറ്റ്സ് വെക്കുക, അതെല്ലാം കറക്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യുക. അപ്പൊ നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കുറച്ച് നേട്ടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്കും ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച അപ്ഗ്രഡേഷനിലേക്ക് നിങ്ങൾ എത്തിയാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ആ കമ്പയർ ചെയ്ത ആൾക്കാരിലും എത്രയോ മുകളിലായിരിക്കും നിങ്ങൾ എത്തി നിൽക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങളെ തന്നെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുക. കല്യാണം, അതുപോലെ ജോലി, ഇതൊന്നും എന്നെ ഇനി ബാധിക്കത്തില്ല. കാരണം ഞാനിപ്പോൾ എൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു ലെവലിൽ ഞാൻ ഒരു ദിവസം എത്തും. അതിനധികം കാലതാമസം ഇല്ല. വെറും 3 മാസം കൊണ്ട് ഞാൻ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ മാക്സിമം 6 മന്ത്സ് കൊണ്ട് ഞാൻ വർക്ക് ചെയ്യും. 7ാമത്തെ മാസം എനിക്ക് അതിൽ എത്തിച്ചേരാൻ പറ്റും എന്ന് വിചാരിക്കുക. ഇൻ കേസ് നമുക്ക് 7 മാസം കൊണ്ട് പറ്റിയില്ല, ഓക്കെ, കുഴപ്പമില്ല. മനുഷ്യരാണ് നമ്മൾ, കമ്പ്യൂട്ടറോ യന്ത്രങ്ങളോ ഒന്നും അല്ല, മനുഷ്യരാണ്. ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും. അപ്പൊ 7 മാസം എന്നുള്ളത് 8 മാസമാവും, 10 മാസമാവും, മാക്സിമം 1 വർഷത്തിനുള്ളിൽ നമ്മളത് ചെയ്തിരിക്കും. എന്ന് വെച്ച് 1 വർഷം എന്നുള്ളത് മാറ്റാം, ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കാം എന്ന് ചിന്തിക്കാതെ ഈ പറഞ്ഞ 3 മാസം കൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുക. 6 മാസം എടുത്താലും കുഴപ്പമില്ല. 25 to 35 ഏജ് കാറ്റഗറിയിൽ പെടുന്ന പല ആൾക്കാർക്കും വരുന്ന ഒരു പ്രശ്നമാണ് ഒറ്റപ്പെടൽ അഥവാ ലോൺലിനെസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞാൽ ആ ഒരു ഏജിലെത്തുമ്പോൾ പലർക്കാണെങ്കിലും പ്രണയമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജാണ്. അല്ലെങ്കിൽ അവരുടെ 18 ഇയേഴ്സ് ഉള്ള സമയത്ത്, ഒരു 20s ആ ഒരു ബിഗിനിങ് സമയത്തൊക്കെ ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു 28 അല്ലെങ്കിൽ ഒരു 30 ഒക്കെ എത്തുമ്പോൾ ആ ഫ്രണ്ട്സിനെ പലരെയും അവർക്ക് ഒരു ജസ്റ്റ് ഹായ് ബൈ ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നവരായിരിക്കാം. ഒരുപക്ഷെ ഒരു സമയത്ത് ഇവരെല്ലാവരും ഭയങ്കര ഗ്യാങ് ഒക്കെ ആയിട്ട് പല കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്ത് എൻജോയ് ചെയ്ത് ജീവിച്ചവരായിരിക്കാം. പക്ഷെ ഒരു പോയിന്റിൽ അവർ വിചാരിക്കുകയാണ്, ലൈഫിൽ എനിക്ക് ആരുമില്ല, എനിക്ക് സ്വന്തമായിട്ട് 1 or 2 ഫ്രണ്ട്സ് ഉണ്ട്, മാക്സിമം ഒരു 2 ഫ്രണ്ട്സ് കാണും. ചിലവർക്കാണെങ്കിൽ ഒരു ഫ്രണ്ട് പോലും ഉണ്ടാവത്തില്ല. ചിലവർക്ക് അവരുടെ ലൈഫിൽ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് സംസാരിക്കാൻ അവരുടെ പാരന്റ്സ് മാത്രമേ കാണുള്ളൂ. ചിലവർക്കാണെങ്കിലോ ഈ പറഞ്ഞ പാരന്റ്സിനോട് പോലും സംസാരിക്കാനുള്ള ഒരു അവസരമില്ല. അവർക്ക് ഈ ലോകത്തിൽ ഒരു ഫ്രണ്ട് എന്ന് പറയാൻ ഒരാൾ പോലും ഇല്ല. അങ്ങനെയുള്ള സ്റ്റേജിലൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നെക്സ്റ്റ് ടിപ്പ് പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മളിപ്പോൾ ലോൺലിനെസ്സിലാണ്, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് സംസാരിക്കാനൊന്നും ആൾക്കാരില്ല, ജസ്റ്റ് എൻ്റെ പ്രശ്നങ്ങളൊന്ന് തുറന്നു പറയുക, അല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തു പോയൊരു കോഫി കുടിക്കാനോ, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകാനോ, ഒരു കമ്പനിക്ക് വരാൻ പോലും ആരുമില്ല എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നവർ ചിന്തിക്കുക. നമ്മൾ ഇപ്പം അങ്ങനെ ഒറ്റപ്പെടാൻ കാരണം നമ്മുടെ സ്വഭാവത്തിലുള്ള ചില സവിശേഷതകൾ കൊണ്ടാണ്. ഒരു പക്ഷേ നമ്മൾക്ക് നല്ല ക്യാഷ് ഉണ്ടാവാം, അല്ല ക്യാഷ് ഉള്ള ഒരാളായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നല്ല പേരും പ്രശസ്തിയും ഉള്ള ഒരാളായിരുന്നെങ്കിൽ, ഇപ്പോൾ അക്കാഡമിക്സിലൊക്കെ മികച്ചു നിന്ന് നല്ല ജോലി വാങ്ങിച്ച് ഭയങ്കര സാലറി ഒക്കെ വാങ്ങിച്ച് നല്ല കാറും നല്ല വീട്
നല്ല പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വരും അല്ലെ. നിങ്ങൾ കുറച്ച് സമയം വീക്കെൻഡിലൊക്കെ സ്പെൻഡ് ചെയ്യാനും ഒക്കെ ആരെങ്കിലും വന്നേനെ. ഇനി അതല്ല, നിങ്ങൾക്ക് സ്പോർട്സിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരാളാണ്, നിങ്ങൾ സ്പോർട്സിലൊക്കെ മികച്ചു നിന്നു, വലിയൊരു സ്പോർട്സ് സ്റ്റാറായി മാറിയെങ്കിൽ നിങ്ങൾക്ക് വെക്കേഷൻ സമയത്തോ അല്ലെങ്കിൽ ഫ്രീ ടൈമിലോ ഒക്കെ സമയം സ്പെൻഡ് ചെയ്യാൻ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായേനെ. ഇനി അതല്ല, നിങ്ങൾ ഒരു ഫിലിമിലും അങ്ങനെയുള്ള ഫീൽഡിലൊക്കെ നിൽക്കുകയാണെങ്കിലും ഈ പറഞ്ഞ ആൾക്കാർ വന്നേനെ. പക്ഷേ നിങ്ങൾ നിലവിൽ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നവർക്കാണ് മോസ്റ്റ്ലി ഒരു പ്രശ്നം വരുന്നത്. അതേപോലെ തന്നെ വർക്കിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്നവർക്കും ഈ ഒരു പ്രശ്നം വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം ജോലിക്ക് പോകണം, അല്ലെങ്കിൽ 6 ദിവസം ജോലിക്ക് പോകണം, 5 ദിവസം ജോലിക്ക് പോകണം, ബാക്കിയുള്ള ദിവസങ്ങളിൽ ഉറക്കം മാത്രം. അങ്ങനെയുള്ളവർക്കും ഈ ജോബിന്റെ സ്ട്രെസ് കാരണം ഈ പറഞ്ഞ ലോൺലിനെസ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ തന്നെ അപ്ഗ്രേഡ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഇപ്പൊ നിങ്ങൾക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥയാണ്, അല്ലെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾ ജോലി സ്ഥലത്ത് വെച്ച് കുറച്ച് പേരെ കാണുമല്ലോ, അവരോട് സംസാരിക്കാം, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അവരോട് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയാം. എനിക്ക് ഇന്ന പോലെ കുറച്ച് സമയം ഒന്ന് പുറത്തൊക്കെ പോകണമെന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് പുറത്ത് പോയാലോ എന്ന് ചോദിക്കാം. ഇനി അവരെ റിജക്റ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ കൂടെ വരാൻ അവർക്ക് താല്പര്യമില്ല, നിങ്ങൾ ലോകത്തിലേക്ക് ഇറങ്ങും, നിങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് പോകൂ, ജസ്റ്റ് ഒറ്റയ്ക്ക് നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലോൺലിനെസ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് ഒറ്റയ്ക്കാണ്, ഇവിടുന്ന് പോകുന്നതും ഒറ്റയ്ക്കാണ്. സോ വീക്ക് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ എപ്പോഴും കൂട്ടം കൂടിയായിരിക്കും നടക്കുന്നത്. അവർക്ക് ഒറ്റയ്ക്കൊന്നും എങ്ങും പോകാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു സിനിമയ്ക്ക് പോകാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു കോളേജിൽ ക്ലാസ് ഇല്ലാത്ത ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ? ഒരു കൂട്ടത്തിനിടെ നിങ്ങൾ ഒറ്റയ്ക്ക് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കും, യു ആർ വെരി സ്ട്രോങ് പേഴ്സൺ. നിങ്ങൾക്ക് ഒരു ഗ്യാങ്ങിനിടെ നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആണ്. ആ ഗ്രൂപ്പായിട്ട് നടക്കുന്നവർക്ക് ഒരു 10 വർഷം കഴിയുമ്പോൾ ഏതെങ്കിലും കമ്പനിയിൽ എന്തെങ്കിലും ജോലി ചെയ്തായിരിക്കും ജീവിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കാണ് നടക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു വലിയ ഒരു ഓന്റർപ്രണർ ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ മനസ്സ് വെച്ചാൽ ഇവരൊക്കെ എത്തുന്നതിന്റെ 7 അകലെയുള്ള വലിയ ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. അതുകൊണ്ട് ലോൺലിനെസ് എന്ന് പറയുന്നതിനെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ആരും കൂടെ വരുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഓൺ കമ്പനി എൻജോയ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യണം? ബ്യൂട്ടി പാർലറിൽ പോകാം, നിങ്ങളുടെ ലുക്സിലൊക്കെ ചേഞ്ചസ് വരുത്താം, നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം, ഡ്രസ്സിങ്ങിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാം, വേറൊരു സ്റ്റൈലുള്ള ഡ്രസ്സിങ് പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഔട്ട്ഫിറ്റ് ഒക്കെ മാറ്റാം, നിങ്ങളുടെ ആക്സസറീസ് ഒക്കെ പുതിയ കുറച്ച് ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതുപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സ് മാറ്റാം, വലിയ കോസ്റ്റ്ലി ഫോൺസ് ഒക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ ലാപ്ടോപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് അതുപോലെ പുതിയ ഗെയിംസ് ഒക്കെ കളിക്കാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാത്ത ഏരിയസിലൂടെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, ഒറ്റയ്ക്ക് പോവുക, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുക. നിങ്ങൾ പോയിട്ടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ട്രെയിനിലാണേലും ബസ്സിലാണേലും ഫ്ലൈറ്റിലാണേലും നിങ്ങൾ ട്രാവൽ ചെയ്യുക. ഇനി ഇതിനൊന്നും നിങ്ങൾക്ക് പൈസ ഇല്ലാന്ന് വിചാരിച്ചോ, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വീടിന്റെ മുന്നിലത്തെ റോഡിൽ കൂടി ജസ്റ്റ് ഒരു ഈവനിങ് വാക്കിന് പോവുക, അടുത്തുള്ള വീട്ടുകാരോടൊക്കെ ജസ്റ്റ് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക, റോഡിൽ കാണുന്ന ആൾക്കാരോട് ജസ്റ്റ് ഒന്ന് സ്മൈൽ കൊടുക്കുക, അടുത്തുള്ള ചെറിയ കടകളിലൊക്കെ പോയി ജസ്റ്റ് ആൾക്കാരോടൊന്ന് സംസാരിക്കുക, എന്തെങ്കിലും ചെറിയ സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് കഴിച്ച് അവിടെയൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾക്ക് പ്രാർത്ഥനയിലൊക്കെ വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പള്ളികളിൽ പോകാം, അമ്പലങ്ങളിലെ ക്ഷേത്രങ്ങളിൽ പോകാം, അങ്ങനെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാം. ഇനി നിങ്ങളുടെ വീട്ടിൽ നിന്ന് പാരന്റ്സിന് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരെയും കൂട്ടിക്കൊണ്ട് പോകാം. അങ്ങനെ നിങ്ങൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്തായാലും അവിടെ വെച്ച് ഒരു മനുഷ്യനെങ്കിലും കണ്ട് നിങ്ങൾ ചിരിക്കാതിരിക്കത്തില്ല. അവിടെ വെച്ച് നിങ്ങൾക്ക് ഒരു കമ്പനി എന്തായാലും ഈ ഒരു പ്രകൃതി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾ ഈ ലോൺലിനെസ്സിനെ പറ്റി ചിന്തിക്കാതെ ഞാൻ ഇതിൽ ഓക്കെ ആണ് എന്ന് വിചാരിച്ച് നിങ്ങൾ ആയിരിക്കുന്ന ഒരു പ്രസന്റ് മൊമെന്റിൽ ഹാപ്പി ആണ് എന്ന് നിങ്ങൾ അല്ലെങ്കിൽ പോലും വിശ്വസിക്കുക. അപ്പൊ നിങ്ങളുടെ പകുതി പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ലോൺലിനെസ് കൊണ്ട് മാറി കിട്ടും. ഇനി ജോബിന്റെ സ്ട്രെസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു ഈ പറഞ്ഞതുപോലെ വീക്കെൻഡ് ടൈമിലൊക്കെ സിനിമയ്ക്ക് പോവുക, അതുപോലെ പുറത്തേക്കൊക്കെ ജസ്റ്റ് പോവുക. ഇനി അതുപോലെ തന്നെ ചിലവർക്കുള്ള ഒരു പ്രശ്നമാണ്, ചില സമയത്ത് എനിക്ക് ആരോടെങ്കിലും സംസാരിക്കണമെന്ന് തോന്നും, അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല, ആരും അവൈലബിൾ അല്ല, എല്ലാവരും ബിസിയാണ്. അപ്പൊ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റാന്നില്ല, സിനിമ കാണാനും ഒന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കടന്നുറങ്ങാം. ആ ഒരു ഉറക്കം നിങ്ങളെ ഒന്ന് റിഫ്രഷ് ചെയ്യിപ്പിക്കും, നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് ക്ലെൻസ് ചെയ്യും. ആ ഒരു ഉറക്കത്തിന് ശേഷം നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു വാക്കിന് പുറത്തേക്ക് പോകാം, അല്ലെങ്കിൽ ഒരു മൂവി കാണാം, അല്ലെങ്കിൽ ഒരു പുതിയ ആക്ടിവിറ്റി പഠിക്കാം, എന്തെങ്കിലും ഒരു ഡാൻസോ എന്തെങ്കിലും ഒരു പാട്ടോ ഒക്കെ നിങ്ങൾക്ക് പഠിക്കാം, എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, നിങ്ങളുടെ ഗോൾസ് സെറ്റ് ചെയ്യുക, ആ ഗോൾസിലേക്കുള്ള ഓരോ ചെറിയ ടാർഗറ്റുകൾ സെറ്റ് ചെയ്യുക,
അതെല്ലാം അച്ചീവ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കോംപ്ലിമെന്റ് ചെയ്യുക. ഇപ്പം നിങ്ങളൊരു ബുക്ക് എഴുതാൻ പ്ലാൻ ചെയ്യുകയാണ്. നിങ്ങൾ ടാർഗറ്റ് വെക്കുന്ന ഒരു 3 വീക്സ് ആണ്. അപ്പോൾ 1 വീക്ക് കൊണ്ട് ഇത്ര പേജ് എഴുതി കഴിയുക എന്നുള്ള ഒരു ടാർഗറ്റ് വെക്കുക. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന ദിവസം നിങ്ങൾക്കൊരു സിനിമയ്ക്ക് പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓൺലൈൻ പർച്ചേസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കോംപ്ലിമെന്റ് ചെയ്യാം. സോ ഈ പറഞ്ഞതെല്ലാം 25 to 35 ഏജ് കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് യുവാക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പം മാരേജ്, ജോബ്, അതുപോലെ കടബാധ്യത, ലോൺലിനെസ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ടാർഗറ്റ് നിങ്ങൾ വെക്കുക. അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ ശ്രമിക്കുക. മാരേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലെ ഫൈനൽ വേർഡ് അല്ല എന്ന് ചിന്തിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പലർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമന്റ് ബോക്സിൽ അറിയിക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.